കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ നമ്മുടെ ആദ്യ റൗണ്ട് വിലയിരുത്തലിന്റെ ഫസ്റ്റ് റൗണ്ടിന്റെ 10ാമത്തെ മണ്ഡലമായിട്ട് ഞങ്ങൾ വയനാട് തിരഞ്ഞെടുക്കുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ നിൽക്കുമോ ഇല്ലയോ എന്ന് ചില കോണുകളിൽ നിന്ന് രണ്ടഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നതിനാണ് ഇതുവരെയുള്ള സൂചനകൾ. BJPക്ക് അവിടെ ഒരു വലിയ പ്ലേ ഗ്രൗണ്ട് അല്ലാത്തതുകൊണ്ട് BJPയുടെ ആര് നിന്നാലും ദാറ്റ് മേക്സ് നോ ഡിഫറൻസ് ഇൻ ദ ഫൈനൽ ഔട്ട്കം ഓഫ് റിസൾട്ട് എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് BJP ഒരു ഘടകമല്ല. അവരിപ്പോൾ 1 ലക്ഷം വോട്ട് അവിടെ പിടിച്ചാലും ഒന്നിൽ കൂടുതൽ പിടിച്ചാലും അത് അവിടുത്തെ വിജയത്തെ ഒന്നും LDF ഓർ UDF ഒന്നും ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് നമുക്കത് വിടാം. അവരാര് വേണേൽ നിർത്തിക്കോട്ടെ, BJPയുടെ ആരായിക്കോട്ടെ സ്ഥാനാർത്ഥി. പക്ഷേ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമോ? ഇപ്പം CPIയുടെ ആനിരാജയാണ് ദേശീയ നേതാവാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വയനാട് എടുക്കുകയാണ്. 10ാം മണ്ഡലമായിട്ട് ഞങ്ങൾ വയനാട് എടുക്കുകയാണ്. ഈ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമെന്ന് പറയുന്ന പോലെ അല്ലേ വയനാടിനെ പറ്റിയൊരു ഞങ്ങളുടേതായ ഒരു വിലയിരുത്തൽ, ആദ്യ റൗണ്ട് വിലയിരുത്തൽ. സ്ഥാനാർത്ഥികളെല്ലാം വന്നിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. അപ്പോൾ ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2019 രാജ്യത്തെ തന്നെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിച്ചത്. അന്നൊരു രാഹുൽ ഹാലോ നരേന്ദ്രമോദി സർക്കാരിനെ BJPയെ തോൽപ്പിച്ചുകൊണ്ട് UPA സഖ്യം അധികാരത്തിൽ വരുമെന്നും വന്നാൽ രാജകുമാരൻ യുവനേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും ഒക്കെ പ്രചരിപ്പിച്ചൊരു വലിയ ഹാലോയിലാണ് വയനാട്ടിൽ രാഹുൽ മത്സരിക്കാൻ ഗോദായിൽ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. തുടക്കം മുതൽ ആകെയുള്ള സംശയം ഭൂരിപക്ഷം എത്ര കൂടും എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. മുൻ UDF സ്ഥാനാർത്ഥിയേക്കാൾ എത്ര ഭൂരിപക്ഷം കൂടുതൽ നേടും, ജയകാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം. നമുക്കറിയാം, ഒരു 4.5 കൊല്ലം മുമ്പുള്ള ആ ഒരു സമയം നമ്മൾ ഓർത്ത് നോക്കുക. അതേപോലെ റിസൾട്ട് വന്നപ്പോൾ എന്താണ്? 4,31,770 വോട്ടിനാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. അതായത് പോൾ ചെയ്ത വോട്ടിന്റെ 64.64% വോട്ടാണ് രാഹുൽ ഗാന്ധി നേടിയത്. എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് LDFൽ CPIയിലെ PP സുനീറാണ്. PP സുനീറിന് ഒരു കടുത്ത മത്സരം പോലും കാഴ്ചവെക്കാൻ കഴിയാതെ ദയനീയ പരാജയമാണ് ഉണ്ടായത് LDF സ്ഥാനാർത്ഥിക്ക്. അദ്ദേഹത്തിന് കിട്ടിയത് വെറും 25.13% വോട്ടാണ്. അതായത് ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിന്റെ പകുതി പോലും LDFന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല. രാഹുൽ ഗാന്ധി കിട്ടിയതിന്റെ പകുതി പോലും. 2,74,597 വോട്ട്. പിന്നെ BDGS NDS ഒക്കെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കിട്ടിയത് 78,816 വോട്ട്. 7.21% വോട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയത്. പിന്നെ കാര്യമായി വോട്ട് പിടിച്ചത് ബാബു മാണി എന്ന് പറയുന്ന SDPI കാൻഡിഡേറ്റ് ആണ്. അത് 5,426 വോട്ട് അത്രയുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ചെറിയ 1,000-2,000 വോട്ടുകളൊക്കെയാണ് മറ്റ് സ്വതന്ത്രരും ഒക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 2019 പിക്ചർ. 2014 അതിന് മുമ്പ് MA ഷാനവാസ് സിറ്റിംഗ് MP വീണ്ടും ജയിക്കുന്നു. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ്, നമ്മുടെ മലബാറിൽ നിന്നുള്ള പ്രമുഖ നേതാവ്, പഴയ തിരുത്തൽവാദി കോൺഗ്രസിന്റെ ഒരു പ്രധാന കക്ഷി രമേശ് ചെന്നിത്തലയുടെ കൂടെ ഉണ്ടായിരുന്ന MA ഷാനവാസ് അന്ന് ചെറിയ മാർജിനെ ജയിച്ചത്. കാരണം എതിർ സ്ഥാനാർത്ഥി കടുത്ത മത്സരം കാഴ്ചവെച്ചു. CPIയുടെ സത്യൻ മുഖേരി, മികച്ച MLA എന്ന നിലയിൽ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള സത്യൻ മുഖേരിയാണ് അന്ന് ലോക്സഭയിലും വയനാട്ടിൽ MA ഷാനവാസിനെ നേരിട്ടത്. അത് അതിന്റെ ഫലത്തിൽ കാണുകയും ചെയ്തു. അതായത് ഷാനവാസ് 2ാം തവണ ജയിക്കുന്നത് വെറും 20,870 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. പോൾ ചെയ്ത വോട്ടിൽ 3,77,035 വോട്ട്, ശതമാനം 30.18 ഷാനവാസ് നേടി. സത്യമൊഗേരിക്ക് 3,56,165, പെർസെൻറ്റേജ് 28.51%. അപ്പോൾ ഒരു 1.5% വോട്ടിനാണ് മൊഗേരിയെ ഷാനവാസ് തോൽപ്പിക്കുന്നത്. അതാണ് ഭൂരിപക്ഷം വെറും 20,870 കുറഞ്ഞത്. അപ്പൊ ഈ ഇലക്ഷനിൽ വേറെ പലരും കൂടെ കൂടിയിട്ട്, അതായത് UDF, LDF, BJP അല്ലെ NDA ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ കൂടിയിട്ടൊരു 1 ലക്ഷത്തിലധികം വോട്ട്, 1 ലക്ഷത്തോളം വോട്ട് അധികമായിട്ട് നേടി.
പല സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട് പല വകുപ്പിൽ. അപ്പം അതിൽ നിന്ന് കുറച്ച് വോട്ട് കൂടി സത്യൻ മുഖേരിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സത്യൻ മുഖേരി ജയിക്കാമായിരുന്ന ഒരു മത്സരമായിരുന്നു ഈ വയനാട്ടിലെ 2014 ടൈറ്റ് ഫൈറ്റ് ആണെന്ന് പൊതുവെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. സത്യമാണ്, അതിൻ്റെ കണക്കുകൾ കാണിക്കുന്നതാണ്. 1,00,000 വോട്ടാണ് ഭിന്നിച്ചു പോയത്. ഭൂരിപക്ഷം വെറും 20,870. ആലോചിക്കണം ഈ ഭിന്നിച്ചു പോയത് എങ്ങനെയാണ്. PV അൻവർ, നമ്മുടെ നിലമ്പൂർ PV അൻവർ അന്ന് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് 37,123 വോട്ട് നേടി. ജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് PV അൻവർ ഒറ്റയ്ക്ക് നേടി. വളരെ രസകരമായ ഇലക്ഷനാണ് 2014 വയനാട് ഇലക്ഷൻ എന്ന് പറയുന്നത്. വേറൊരു വിദ്വാൻ അൻവർ ഇത്രയും നേടി 37,123. വേറൊരാള് ജലീൽ നീലാംബ്ര SDPI, ഒരു മുസ്ലിം ഡോമിനേറ്റ് പാർട്ടിയാണെന്ന് അറിയാം, അല്ലെങ്കിൽ SDPI നേടിയത് 14,327. റംല മമ്പാട് വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യ, അതും ഒരു മുസ്ലിം ഔട്ട്ഫിറ്റ് പോലുള്ള ഒരു പാർട്ടിയാണ്, അവര് നേടിയത് 12,645 പോലെ. പിന്നെ നോട്ട 10,735 വോട്ട് നോട്ട. പിന്നെ അപരന്മാര് ഈ സുനീറിന് പിന്നെ പിന്നെ ആം ആദ്മി പാർട്ടി അവിടെ നിന്നു 10,684 വോട്ട് അവർ നേടി. പിന്നെ ഈ സത്യന് 2 അപരന്മാര് നിന്നു. സത്യൻ മുഖേരിക്ക് ഈ എതിർ പാർട്ടിക്കാർ അപരന്മാരെ നിർത്തല, അതേ പേരുള്ളവര്. അങ്ങനെ ഈ 2 അപരന്മാർ കൂടി പിന്നെ 1,000 5,476, മറ്റേ അപരൻ 2,855. സത്യൻ എന്ന പേരുള്ള 2 അപരന്മാർ UDF നിർത്തിയവർ അത്രയും വോട്ട് പിടിച്ചു. അപ്പം 8,000-ഓളം വോട്ട് അങ്ങനെ പോയി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൂടെ 1,00,000-ഓളം വോട്ടാണ് പല സ്ഥാനാർത്ഥികളായിട്ട് ഭിന്നിച്ചു പോയത്. ഇതിൽ നിന്ന് കുറെ വോട്ട് പിടിച്ചിരുന്നെങ്കിൽ സത്യൻ മുഖേരിക്ക് ഒരുപക്ഷെ അന്ന് ജയിച്ചു വരാൻ സാധിക്കുമായിരുന്നു. ഇനി 2009 പറയുമ്പോൾ അന്ന് MI ഷാനവാസ് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. 1,53,439 വോട്ടിനാണ് അന്ന് ഷാനവാസ് ആദ്യ മത്സരം കന്യാംഗത്തിൽ ജയിക്കുന്നത്. CPIയുടെ M റഹ്മത്തുള്ളയായിരുന്നു സ്ഥാനാർത്ഥി. ഒരു വീക്ക് സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 2,57,264 മാത്രമാണ്. പിന്നെ ശതമാനം 23.34%. അപ്പം 23-10-33-14% അധിക വോട്ടുകൾ നേടിയിട്ടാണ് ഈ 1,53,000-ലധികം ഭൂരിപക്ഷത്തിന് ഷാനവാസ് റഹ്മത്തുള്ളയെ CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. മികച്ച വിജയമായിരുന്നു. K മുരളീധരൻ എന്ന അവിടെ NCP സ്ഥാനാർത്ഥിയാണ്. DIC NCPയിൽ ലയിച്ചല്ലോ. എന്നിട്ട് K മുരളീധരൻ NCPയുടെ സംസ്ഥാന പ്രസിഡന്റായ ഒരു ചെറിയ കാലഘട്ടം ഓർമ്മയുണ്ടോ? അപ്പൊ ഒരു മുന്നണിയിലും ചേരാതെ NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട് K മുരളീധരൻ, ലീഡർ K കരുണാകരന്റെ പുന്നാര മോൻ K മുരളീധരൻ അന്ന് അവിടെ വയനാട്ടിൽ മത്സരിച്ചു. കാരണം കോഴിക്കോടിന്റെ തട്ടകമല്ലേ, അടുത്ത സ്ഥലമല്ലേ. അവിടെ മത്സരിച്ചിട്ട് അന്ന് K മുരളീധരന് കിട്ടിയ വോട്ട് 99,663 വോട്ട്. 1,00,000-ന് നെല്ലിട താഴെ 9.04 വോട്ട് ശതമാനത്തിൽ നേടി. BJPയുടെ പ്രകടനം ദയനീയമായിരുന്നു. ഒരു വാസുദേവ മാസ്റ്റർ BJP നേടിയത് വെറും 31,687 വോട്ട്, 2.88% മാത്രം. BJP ഒരു ഘട്ടത്തിലും മികച്ച ഒരു പ്രകടനം വയനാട്ടിൽ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. വരാൻ പോകുന്ന ഇലക്ഷനിലും സ്വാഭാവികമായിട്ട് അത് തന്നെയാണ് സംഭവിക്കുക. പിന്നെ റഹ്മത്തുള്ളയ്ക്ക് 2 അപരന്മാരുണ്ടായിരുന്നു അന്ന്. അവർ 6,000-ലധികം വോട്ട് നേടി. ഷാനവാസിന് 2 അപരന്മാരുണ്ടായിരുന്നു. അവർ 4,000-ലധികം വോട്ട് നേടി. അപ്പൊ തന്നെ 10,000 വോട്ട് അങ്ങനെ പോയില്ലേ. ഇതാണ് 2009 വയനാട് ഇലക്ഷന്റെ ചിത്രം എന്ന് പറയുന്നത്, അതിന്റെ ചരിത്രം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അസംബ്ലി സെഗ്മെന്റ് അതുകൂടെ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. കാരണം അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അസംബ്ലി സെഗ്മെന്റ്സ് എങ്ങനെ നിൽക്കുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി സീറ്റുകളാണുള്ളത്. അസംബ്ലി സെഗ്മെന്റ്സ് 2021 തെരഞ്ഞെടുപ്പിൽ ഇതിൽ എത്ര UDF എത്ര LDF എന്നുള്ളതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരാനിരിക്കുന്നതിന്റെ ഒരു പിക്ചർ നമുക്കത് വെച്ചിട്ട് റീഡ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അസംബ്ലി സെഗ്മെന്റ്സ് നോക്കുമ്പോൾ മാനന്തവാടി ഫസ്റ്റ് വയനാട്ടിൽ. അതെ, ഈ വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും മണ്ഡലങ്ങൾ ഏതാണ്ട് തുല്യമായിട്ട് ചേർന്നിട്ടാണ് ഈ 7 സീറ്റുകൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത്. കോഴിക്കോടിന്റെ സ്വഭാവവും വയനാടിന്റെ സ്വഭാവവും അതിൻ്റെ അകത്ത് വരും. അപ്പം മാനന്തവാടി
സംവരണ മണ്ഡലമാണ് ST. കേരളത്തിലെ ഏക ST സംവരണ മണ്ഡലം, അതായത് ട്രൈബ്സ് ആദിവാസി സംവരണ മണ്ഡലമാണ് മാനന്തവാടിയിൽ. അവിടെ CPMന്റെ OR കേളുവാണ് നിലവിലെ MLA. കൽപ്പറ്റയിലെ പിന്നെ കോൺഗ്രസ് നേതാവ് T സിദ്ദിഖാണ് MLA നിലവിൽ. ബത്തേരിയിൽ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ MLA ആണ് ജയിച്ചത്. തിരുവമ്പാടിയിലെ ലിൻഡോ ജോസ് CPMന്റെ യുവ നേതാവ് ലിൻഡോ ജോസ് ആണ് ജയിച്ചത്. നിലമ്പൂര് PV അൻവർ, നമുക്കറിയാം LDF സ്വതന്ത്രനായ PV അൻവറാണ്. വണ്ടൂര് വീണ്ടും AP അനിൽകുമാർ കോൺഗ്രസ് ആണ് ജയിച്ചു വന്നത്. ഏറനാട് എന്ന് പറയുന്നിടത്ത് PK ബഷീർ മുസ്ലിം ലീഗിന്റെ MLA ആണ് അവിടെ ഉള്ളത്, ജയിച്ചു വന്നത്. അപ്പൊ ഇങ്ങനെ 7 മണ്ഡലങ്ങളിൽ LDFന് 3 മണ്ഡലങ്ങളിലേ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 4 മണ്ഡലങ്ങളിൽ UDF ആണ് ജയിച്ചത്, 3 കോൺഗ്രസും 1 മുസ്ലിം ലീഗ്. അപ്പം ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പിക്ചർ നോക്കിയാൽ തന്നെ വയനാട് ഒരു UDF മേഖല ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. UDFന് മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്ന മിന്നുന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തോട് ജയിച്ചു പോയത്. പക്ഷെ ഇത്തവണ അങ്ങനെ ആകാൻ കഴിയില്ല. UDF ജയിച്ചാലും ഭൂരിപക്ഷമൊക്കെ വളരെ ഗണ്യമായിട്ട് കുറയും ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് വയനാട്ടിൽ എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാൻ പറ്റും. രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും ഒന്ന് നിൽക്കുകയാണെങ്കിൽ, 2 രാഹുൽ ഗാന്ധിക്ക് പകരം വേറൊരാളാണ് നിൽക്കുന്നത് എങ്കിൽ നമുക്കത് വേറൊരു വിലയിരുത്തൽ പിന്നീട് നമുക്ക് ചെയ്യേണ്ടി വരും. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം.